ഉദ്ഘാടനം നടത്തിയ പ്രിയപ്പെട്ട PC ജോർജ് HMLA അവർ മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന BJP നാഷണൽ കൌൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. ഗോപാലകൃഷ്ണൻ അവർ ആമുഖ പ്രഭാഷണം നടത്താൻ എത്തിയ പൈലി വാത്യാട്ട്, ശ്രീ രഞ്ജിത്ത്, അഡ്വക്കേറ്റ് ശ്രീകാന്ത്, N. ഹരിദാസ്, സന്തോഷ് കാളിയ, KM ശ്യാം, ദാമോദരൻ, PK വേലായുധൻ, ആനിയമ്മ രാജേന്ദ്രൻ, MR സുരേഷ്, MP ഗംഗാധരൻ, PV ചന്ദ്രൻ, നായർ വക്കീൽ, PC മനോജ്, രാജൻ പുതുക്കുടി, അജികുമാർ, ശ്രീമതി നിർമ്മല അനിരുദ്ധൻ അടക്കമുള്ള മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാർ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായി BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്നെ തീരുമാനിച്ചതിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ കൈനീട്ടി സ്വീകരിച്ച സന്തോഷത്തിലാണ് ഞാൻ. കോൺഗ്രസിൽ നിന്ന് 2 മാസക്കാലം മുന്നേ കടന്നു വന്ന് BJPയുടെ ദേശീയ കൌൺസിൽ അംഗമാക്കി മാറിയ എന്നെ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം ഏറെ സന്തോഷത്തോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ഈ നിയോജക മണ്ഡലം BJPക്ക് പിടിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഇതുവരെയുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ MPമാരാണ് ഈ പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ളത്. ഈ MPമാർ പാർലമെന്റിൽ പോയി ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ കാണാനും സംസാരിക്കാനും വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കാൻ വരുന്ന ഇടതു വലത് സ്ഥാനാർത്ഥികളോട് ചോദിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ജയിച്ചുപോയ UDFന്റെ സ്ഥാനാർത്ഥി ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം പങ്കെടുത്തത് 50% ദിനമാണ്. 50% ഹാജർനിലയുള്ള ഒരു MP തനിക്കത് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് പാർട്ടിയിൽ നിന്ന് മാറി നിന്നിട്ട് പോലും അദ്ദേഹത്തെ പിടിച്ച് വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയായി ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്ന ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിലും. പാർലമെന്റിൽ അദ്ദേഹം ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ് നിന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 19 തവണയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം സംസാരിച്ചത് 1 തവണയാണ്. എന്നിട്ടും വീണ്ടും UDF അദ്ദേഹത്തെ തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ഗതികേടാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനല്ല എന്ന് ആമുഖമായി ഞാനിവിടെ സൂചിപ്പിക്കും. കണ്ണൂർ പാർലമെന്റിൽ ആദ്യമായി BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ ജില്ലയുടെ പല ഭാഗത്ത് സഞ്ചരിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ആവേശജലമായ സ്വീകരണം കണ്ണൂർ ആരുടെയും കുത്തകയല്ല, BJPക്ക് പൊളിച്ചെടുക്കാൻ പറ്റിയ കോട്ടകൾ തന്നെയാണെന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. ഒരു പരാജയപ്പെട്ട MPയാണ് നിങ്ങളുടെ മുന്നിൽ മത്സരിക്കുന്നത്. ഞാൻ പാർലമെന്റിൽ പോകുന്നത് കൈക്കോട്ട് കണ്ട് കിളക്കാനല്ല എന്നാണ് പറഞ്ഞത്. പാർലമെന്റിൽ വായു തുറന്ന് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ആകാര സൗഷ്ഠവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരാള് പാർലമെന്റിൽ 1 തവണയാണ് എഴുന്നേറ്റ് നിന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴേ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ അതിനെ ഏത് രീതിയിൽ നോക്കിക്കാണും എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരുപാട് പ്രോജക്റ്റുകൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം 3 തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ആളാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ചുമതലയുള്ള കൺവീനർ ഞാനായിരുന്നു.
തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തോട് ഒരുപാട് വിഷയങ്ങൾ ഞാൻ സംസാരിച്ചു. ഏറ്റവും അവസാനം ഒരു വർഷക്കാലം മുന്നേ അദ്ദേഹവുമായി സംസാരിച്ച് ഡൽഹിയിലുള്ള കേന്ദ്ര ഏജൻസിയുടെ ഭാഗമായ ഒരു വലിയ കമ്പനിയെ കൊണ്ട് 1400 കോടിയുടെ പദ്ധതി കണ്ണൂർ പാർലമെന്റിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി കയ്യിൽ കൊടുത്തിട്ട് ഇന്ന് വരെ അത് തുറന്നു നോക്കാൻ തയ്യാറാവാത്ത ഒരു MP ആണ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നത്. നിങ്ങൾ അതൊക്കെ കണക്കിലെടുക്കണം. ഈ രണ്ട് മുന്നണികളും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. അതിനു മുന്നേ ഇടതുപക്ഷത്തിന്റെ ഒരു MP ഉണ്ടായിരുന്നു. ഇടത് വലത് മാറി മാറി ഭരിക്കുന്ന അല്ലെങ്കിൽ മാറി മാറി ജയിക്കുന്ന മണ്ഡലമല്ലേ. ഇവർ ഈ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ചെയ്തു കാണിച്ച ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ ഞാനിവിടുത്തെ ഈ രണ്ട് മുന്നണികളുടെ നേതാക്കന്മാരെ ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് സാധ്യമല്ല. കണ്ണൂർ പാർലമെന്റ് വികസനത്തിന് വേണ്ടി ഒരു നിമിഷം പോലും സംസാരിക്കാൻ തയ്യാറാകാത്ത രണ്ട് മുന്നണിക്കാർ. നേരത്തെ PC ജോർജ് അവർ പറഞ്ഞതുപോലെ പാർലമെന്റിൽ പോയാൽ സംസാരിക്കാൻ അവർക്ക് സമയമില്ല. പാർലമെന്റിൽ പോയാൽ 24 മണിക്കൂർ നേരം അവർ വായു മൂടിക്കൊട്ടിക്കൊണ്ട് സഭ ബഹിഷ്കരിക്കുന്ന സാഹചര്യം. സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകും. പാർലമെന്റിനെ കുറിച്ച് സംസാരിക്കില്ല. നമ്മളെ നിയോജക മണ്ഡലത്തിലെ വികസനത്തെ കുറിച്ച് സംസാരിക്കില്ല. നേരത്തെ കണക്കുകൾ പറയുകയാണെങ്കിൽ 50% പോലും MP ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കാത്ത ഒരു MP വീണ്ടും നിങ്ങളോട് വോട്ട് ചോദിച്ചു വരുമ്പോഴേ അവരെ ഏത് രീതിയിൽ കണക്കിലെടുത്ത് പറഞ്ഞേക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ തന്നെ ആ തീരുമാനം എടുത്തവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസക്കാരനാണ് ഞാൻ. നമുക്ക് ചരിത്രങ്ങളുടെ മാറ്റിയെഴുതണം. ചരിത്രം മാറ്റിക്കുറിക്കണം. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരങ്ങേറിയ നാടകങ്ങൾ നിങ്ങൾക്കറിയാം. പൗരസ്ത്യ ഭേദഗതി CAA ബിൽ പാസാക്കിയപ്പോൾ അതിനെതിരെ പ്രകടനം നടത്തിയ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഈ രണ്ട് പാർട്ടികളിലും കടന്നുകൂടിക്കൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും അതുപോലെ തന്നെ സുരക്ഷിതത്വം ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഈ രണ്ടുപേരും ഇടത് വലത് ഈ രണ്ട് സംഘങ്ങളും ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെയാണ് തീറ്റിപ്പോറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ലീഗുകാരോട് പറയുന്നത്, ലീഗുകാർക്ക് അല്പമെങ്കിലും മാന്യതയും മയവും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി UDFനെ വിട്ടുപോകുന്നവരാണ്. നിങ്ങളിനി അവരോടൊപ്പം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ചിന്തകളൊക്കെ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നല്ലവരായ ലീഗുകാർ ഉണ്ടെങ്കിൽ ഈ CAA പോലെയുള്ള ഈ രാജ്യത്തിന് ആവശ്യമായ നടപടികളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് വിനയത്തോടുകൂടി നിങ്ങൾ അഭ്യർത്ഥിക്കാൻ. വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയോ? നിങ്ങൾ എന്താണ് വികസനം? ഇവിടെ ചില ഐമാസ് ലൈറ്റുകളിലാണ് ഒരു MP പറയുന്നത്, ഞാൻ ഇവിടെ 100ഓളം ഐമാസ് ലൈറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐമാസ് ലൈറ്റുകളുടെ ചെലവ് എത്രയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. വെറും 1.5 ലക്ഷത്തിന് തീരേണ്ട ഐമാസ് ലൈറ്റ് 7 ലക്ഷം രൂപ കൊട്ടേഷൻ കൊടുത്ത് 100 കണക്കിന് ഐമാസ് ലൈറ്റുകൾ ഈ നിയോജകമണ്ഡലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് സ്ഥലം MP പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഐമാസ് ലൈറ്റ് സ്ഥാപിക്കുക എന്നുള്ളതല്ല ഒരു MPയുടെ ഉത്തരവാദിത്തം. അതൊരു പാർലമെന്റ് മെമ്പർ ആവശ്യമില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ഒരു പാർലമെന്റ് അഭിമാനത്തോടുകൂടി പറയുന്നത്, ഞങ്ങൾ ഇതാ ഇവിടെ ഐമാസ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. അത് ആർക്കും ചെയ്യാം. അതിനൊരു സുധാകരൻ ആവശ്യമില്ല, അതിനൊരു ശ്രീമതി ടീച്ചർ ആവശ്യമില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ ചെയ്തിരിക്കുമെന്ന് അഭിമാനത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി അവർ നാളെ കെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു MP ആണ് നമുക്കിവിടെ വീണ്ടും മത്സരിക്കുന്നത്. അദ്ദേഹം ഞാനും വളരെ അടുത്ത ബന്ധമാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് രഘുനാഥ് പോയപ്പോ ആരും പാർട്ടി വിട്ടു പോയില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ. പ്രിയപ്പെട്ട UDFകാരാ കോൺഗ്രസുകാരാ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ കാലിനടിയിൽ മണ്ണൊലിച്ചു പോയിട്ട് ഏറെ വർഷമായി. ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലെത്തുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ പറയുന്നുണ്ടല്ലോ എനിക്ക് ഒറ്റക്കമായ എല്ലാവരും പ്രസംഗിക്കുക. MP തന്നെ പറയുക, ആരുമില്ല, കൂടെ ആരുമില്ല, കാണാം നമുക്ക്.
എന്തായാലും സർവേ ഒക്കെ അങ്ങോട്ട് കൂടിക്കൂടി പോകുന്നുണ്ടല്ലോ. ആ സർവേ ഒക്കെ അവസാനം എവിടെ എത്തുമെന്ന് നിങ്ങൾക്കറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്. കണ്ണൂർ പാർലമെന്റിൽ ഇന്ന് മത്സരിച്ച് ജയിച്ചാൽ 400 സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന, അതിലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന നരേന്ദ്രമോദിജിയുടെ കരങ്ങൾ ശക്തി വരാൻ ഈ നാട്ടിൽ നിന്നൊരു MP ഉണ്ടാകും. പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു MP ഉണ്ടാകും. ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു MP ഉണ്ടാകും. ഈ നാട്ടിലെ നാരി ശക്തികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു MP ഉണ്ടാകും. അല്ലാതെ പാർലമെന്റിൽ പോകുന്നത് MP മാരുടെ ആനുകൂല്യം പറ്റാൻ മാത്രമുള്ള ഒരു MP ആയിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയ. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഏത് അർദ്ധരാത്രിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇത് ഞാൻ ഈ പൊതുജനങ്ങളെ സാക്ഷി നിർത്തി ഈ കണ്ണൂരിലെ ജനാവലിക്ക് നൽകുന്ന എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് നൽകുന്ന എന്റെ ഉറപ്പാണ്. ഒരു ഉറപ്പല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഈ MP ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാ സ്ഥലത്തും പോയി ഒന്ന് നന്ദി രേഖപ്പെടുത്താം. എന്നോട് നിനക്ക് വേറെ പഠിക്കണ്ടോന്ന് ചോദിച്ചു. എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞു, ഈ വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിച്ചവരോട്, നമുക്ക് വോട്ട് ചെയ്തവരോട് നന്ദി പ്രകാശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ വേറെ പണി നോക്കി പോയാട്ടെ, എനിക്ക് ഇതിനൊന്നും സമയമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ദിവസം പോലും ഒരു പൊതുയോഗത്തിൽ ഈ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ തയ്യാറാവാത്ത ആളാണ് വീണ്ടും ഇവിടെ മത്സരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അപമാനിക്കുക. അവന്റെ കൂടി ആരുണ്ട്? അവൻ പോയാൽ ഇവിടെ എന്താ? അവന്റെ കൂടി ആരുമില്ല, കുടുംബക്കാർ പോലുമില്ല. എന്താണ് പറയുന്നത്? ഞാനൊരു കാര്യം പറയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, കോൺഗ്രസ് എവിടെ ഉണ്ടാകുമെന്ന് കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ കാണിച്ചു കൊടുക്കും. അതിലൊരു സംശയം വേണ്ട. ഇപ്പൊ വരളി പിടിച്ച് നടക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ ശബ്ദ താരാവലിയിൽ പുതിയ അർത്ഥങ്ങളും പദങ്ങളും രചിച്ച ആളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത. ഞങ്ങളൊക്കെ ഒരുമിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ഈ നാട്ടിലെ ജനങ്ങൾ വൈറലായി ഓടുന്ന വീഡിയോ കണ്ടപ്പോഴേ ആരെങ്കിലും വോട്ട് ചെയ്യും അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടാൽ ആരും തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല. വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. നിങ്ങൾ CPM-ന്റെ പാവപ്പെട്ട അണികൾ ചിലപ്പോൾ വോട്ട് ചെയ്യും. പക്ഷേ വിദ്യാഭ്യാസമുള്ള ചിന്തിക്കുന്ന ഒരാൾ തന്നെ ഇടതുപക്ഷത്തിനോ ഈ സിറ്റിംഗ് അംഗിക്കോ വോട്ട് ചെയ്യില്ലെന്ന് എന്റെ ഉറച്ച വിശ്വാസം. കാരണം എന്താ? ഇവർ രണ്ടുപേർക്കും പാർലമെന്റിൽ സംസാരിക്കാൻ സമയം കിട്ടില്ല. എങ്ങനെയെങ്കിലും കൈകാലിട്ടടിച്ച് കേരളത്തിൽ നിന്ന് 2-3 MP-മാർ ഉണ്ടാക്കണമെന്ന് CPM ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് CPM-ന് അകേന്ദ്ര തലത്തിലുള്ള അംഗീകാരം നഷ്ടപ്പെട്ടു പോവുകയാണ്. 2024 ശേഷം CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പാർട്ടി ചിഹ്നവും അതിന്റെ പദവിയും നഷ്ടമാകും. അതിനുവേണ്ടിയുള്ള അവസാനത്തെ അളവാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ 30-ൽ താഴെ സീറ്റ് വാങ്ങി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി പോലുമല്ലാത്ത സ്ഥിതിയിലേക്ക് ഇന്ത്യയിൽ മാറും എന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മോദിജിയുടെ കരങ്ങളിൽ ശക്തി വരാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറ്റിയ, നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളെ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കും. ഒരുപാട് ആവശ്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വപ്നങ്ങളുണ്ട്. എന്റെ സ്വപ്നങ്ങളിൽ മട്ടന്നൂരിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് ഓർഡർ നേടിയെടുക്കണമെന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനങ്ങൾ ഇറങ്ങുന്ന ഒരു വിമാനത്താവളമാക്കി മാറ്റാൻ ഈ 2 ആളുകൾ ഇവിടുന്ന് പോയിട്ട് എന്താ ചെയ്ത്? 4 വിമാനങ്ങളാണ് അന്താരാഷ്ട്ര വിമാനത്തിന്റെ നിലവാരത്തിലുള്ള ഇവിടെ നിന്ന് പറന്നുയർന്നത്. വെറും 4 വിമാനങ്ങൾ. ലോകത്തിൽ തന്നെ പ്രസിദ്ധങ്ങളായ വിമാനത്താവളങ്ങളുടെ അവരുടെ അത്രമാത്രം സൗകര്യമുള്ള ഒരു വിമാനത്താവളത്തിൽ നിന്ന് 4 ചെറുകിട വിമാനങ്ങൾ മാത്രം പറന്നു ഉയരുമ്പോൾ എന്തുകൊണ്ട് കണ്ണൂരിലെ MP-ക്ക് അതിനുവേണ്ടി ശബ്ദിക്കാൻ സാധിക്കുന്നില്ല? അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളമാക്കി മാറ്റാൻ ഞാൻ പരിശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയ. നേരത്തെ എന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ എയിംസ് എന്നുള്ളത് എന്റെ സ്വപ്നങ്ങളിൽ ഒന്നാണ്. മലബാറിൽ നമുക്ക് ഒരു എയിംസ് എന്നുള്ള രൂപം നമുക്കുണ്ടാകണം.
കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ എന്നെ വിജയിപ്പിച്ചു പോയാൽ, കണ്ണൂർ പാർലമെന്റിൽ നിങ്ങൾ വിജയിപ്പിച്ചു പോയാൽ, പാർലമെന്റിൽ ഈ നിയോജകമണ്ഡലത്തിൽ എയിംസ് ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, അവിടെ പോരാടാനുണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു. നമുക്ക് നിലവാരമുള്ള ഒരു തുറമുഖമുണ്ട്. വിഴിഞ്ഞം പദ്ധതിയെ പോലെ തന്നെ അതിനേക്കാൾ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു തുറമുഖം നമുക്കുണ്ട്, അഴീക്കൽ തുറമുഖം. ആ തുറമുഖം നമുക്ക് സജ്ജമാക്കി അന്താരാഷ്ട്ര നിലവാരമുള്ള ചരക്ക് കപ്പലുകൾക്ക് അടുക്കുവാനും ചരക്ക് കൊണ്ടുപോകാനും യാത്രാ കപ്പലുകൾക്ക് അടുക്കുവാനും പറ്റിയ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ചരക്ക് പാതയാക്കി മാറ്റാൻ അഴീക്കൽ തുറമുഖത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഞാൻ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയ നമ്മുടെ IT പാർക്ക് വേണ്ടേ, ഇൻഡസ്ട്രിയൽ പാർക്ക് വേണ്ടേ, അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം വേണ്ടേ? ഈ സ്റ്റേഡിയം ചൈനീസ് മാതൃകയിൽ സ്റ്റേഡിയം ഉണ്ടാക്കണമെന്ന് പ്രപ്പോസൽ കൊടുത്ത ഒരാളാണ് ഞാൻ. അതിന് ഫണ്ടും കണ്ടെത്തി കൊടുക്കുക. CSR ഫണ്ടിൽ നിന്ന് 1400 കോടിയുടെ ഫണ്ട് കണ്ണൂർ കോർപ്പറേഷനിലെ പരിധിയിൽ വെച്ച് ചേർക്കാം. അതിനുവേണ്ടി ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി MP-യുടെ കയ്യിൽ കൊടുത്തിട്ട് കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോഴും തലക്കടിയിൽ വെച്ച് കിടന്നുറങ്ങിയ. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവർക്ക് ഇതിനൊന്നും സമയമില്ല. അത്യാവശ്യം കമ്മീഷൻ കിട്ടുന്ന ആദ്യം വാങ്ങി വെക്കും. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ തന്നെ അഴിമതിയുടെ നാറുന്ന കഥകളുണ്ട്. ഞാൻ ഇതുപോലൊരു യോഗത്തിൽ അത് പറയുന്നില്ല. പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാർട്ടിക്കകത്തെ അഴിമതിയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് തഴയപ്പെട്ട ഒരാളാണ് ഞാൻ സംശുദ്ധമായി പറയുന്നു, സത്യസന്ധമായി പറയുന്നു. അഴിമതിയുടെ നാറുന്ന കഥകളുള്ള ഒരു കോർപ്പറേഷനാണിത്. ഞാൻ എടുത്തു പറയുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, 12 കോടിയുടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ കേട്ടോ? 12 കോടിയാണ് ഇടത്ത് ഭാഗത്ത് കിടന്ന കാർ പാർക്കിംഗ്, ഹൈറൈസ് കാർ പാർക്കിംഗ്. ലിഫ്റ്റ് ചെയ്ത് വാഹനങ്ങൾ കൊണ്ടുപോകും. 12 കോടി ചെലവഴിച്ചിട്ട് ഒരു വാഹനവും ഇന്നതിൽ പാർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് തുരുമ്പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫണ്ട, കേന്ദ്രം കൊടുത്ത ഫണ്ട, കേന്ദ്രം ജൽമിഷൻ പദ്ധതിയിൽ കൊടുത്ത ഫണ്ടിൽ നിന്നാണ് ഇതൊക്കെ ചെയ്തത്. ഇതിനൊന്നും തന്നെ ഇവിടെ കണക്ക് പറയാനോ ചെയ്യാനോ ഇവിടെ ആരും തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അഴിമതിയുടെ രാജാക്കന്മാരായ UDF-ന്റെ നേതാക്കന്മാർ, ഈ അഴിമതിക്കാരെ ഇനിയും നിങ്ങൾ അങ്ങോട്ട് അയക്കണ്ട. ഐവാസ് ലൈറ്റ് ഉണ്ടാക്കിയതിലുള്ള അഴിമതി, റോഡ് വികസനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ അഴിമതി, അതുപോലെ തന്നെ കോർപ്പറേഷൻ കെട്ടിടം ഉണ്ടാക്കുന്നതിന്റെ പേരിലുള്ള അഴിമതി, ബങ്ക് അനുവദിക്കുന്നതിന്റെ പേരിലുള്ള അഴിമതി, അങ്ങനെ സർവത്ര അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന UDF-ന്റെ ഒരു സംവിധാനം നിലനിൽക്കുന്നു. അതിനെതിരെ പോരാടാൻ, അതിനെതിരെ വോട്ട് ചെയ്യാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയമാണ് ഞങ്ങളുടെ സ്വപ്നത്തിലുള്ളത്. അത് ഞാൻ പ്രാവർത്തികമാക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. വെറുതെ പാർലമെന്റ് പോയിട്ട് വായി മൂടിക്കെട്ടി 24 മണിക്കൂറും പാർലമെന്റ് മുന്നിൽ പ്രതിമക്ക് മുന്നിൽ ഇരുന്ന് ഉച്ചക്ക് കാന്റീനിൽ പോയി ശാപ്പാടിച്ചു പോകുന്ന ഒരു MP ആയിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളോടൊപ്പം നിന്ന് ഏത് അർദ്ധരാത്രിയും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു MP ആയിരിക്കും ഞാനെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുക. എനിക്ക് സമയമുണ്ട് പണിയെടുക്കാൻ. എനിക്ക് പൈസ അത്യാവശ്യമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയല്ലേ പറയുന്നത്, പത്രത്തിലൊക്കെ ഇടയ്ക്ക് വരും അയാൾക്ക് ബിസിനസ് ആവശ്യത്തിന് പോയാൽ. ഞാൻ രാഷ്ട്രീയക്കാരിലെ ബിസിനസ്സുകാരനല്ല, ബിസിനസ്സുകാരിലെ രാഷ്ട്രീയക്കാരൻ. രാഷ്ട്രീയം എന്റെ ജീവിത മാർഗമല്ല, ബിസിനസ്സാണ് എന്റെ ജീവിത മാർഗം. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. എനിക്കെതിരെ ഒരുപാട് സ്ഥലത്ത് ഫേസ്ബുക്കിലൊക്കെ എന്നെ പറയാം, അയാൾ പോയപ്പോ 5 കോടി കൊടുത്തു എന്നാണ്. എനിക്കറിയില്ല 5 കോടിക്ക് എത്ര പൂജ്യം ഉണ്ടെന്ന് പോലും അറിയില്ല. എനിക്ക് 5 കോടി തന്നിട്ടാ പോലും ഞാൻ BJP പോയി. എന്റെ പ്രിയപ്പെട്ട പഴയകാല സുഹൃത്തുക്കൾ ഇവിടെ എവിടെയും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് അത് നിങ്ങൾക്കും കൂടെ തരും, പേടിക്കണ്ട. കാരണം ഇന്നലെയും നിങ്ങൾ എന്റെ വീട്ടുപടിക്കൽ വന്നത് എന്റെ സഹായം തേടാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് വന്നിട്ട് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയുന്നത്. ഞാൻ ജയിച്ചാൽ ഞാൻ നിങ്ങളെ ആരും തന്നെ എനിക്ക് കാശ് തന്ന് ഒരു കാര്യം ചെയ്യണ്ട. എനിക്കറിയാം ഇവിടെ കാശൊക്കെ എന്തിനൊക്കെ വാങ്ങുന്നുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ നാറുന്ന കഥകൾ ഇവിടെ പറയുന്നില്ല. 2 ആളുകളും മോശക്കാരല്ല. കണ്ണൂർ പട്ടണത്തിൽ അനുവദിച്ച പങ്കുകൾ, കണ്ണൂർ പയ്യാമ്പലത്ത് അനുവദിച്ച പുതിയ പങ്കുകൾ, കണ്ണൂരിൽ പൊടിയടിക്കുന്നതിന് വേണ്ടി, റോഡ് വൃത്തിയാക്കുന്നതിന് വേണ്ടി കമ്മീഷൻ ഇവിടെ കട്ടപ്പുറത്ത് ഓരോ ബിൽഡിങ്ങുകളും. ഞാനിപ്പോ ഒന്ന് പറയട്ടെ, വർഗീയമായി കണക്കാക്കണ്ട. BJP-യുടെ ഒരു ഓഫീസിന് വേണ്ടി ചില ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP-ക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം പള്ളി കമ്മിറ്റി വിടൂല എന്നാണ്.
ഞങ്ങളൊരു കണക്കെടുത്തിട്ടുണ്ട്. കണ്ണൂരിലത്തെ കച്ചവടക്കാരുടെ ഒരു കാര്യം പറയാം. നിങ്ങൾ എത്രമാത്രം കെട്ടിടങ്ങൾ അനധികൃതമായി ഇവിടെ നമ്പർ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്ന ഒരാളെ ഞങ്ങൾ ഒരു ഓഫീസ് കെട്ടിടത്തിൽ ചോദിച്ചപ്പോ BJP-ക്കാർക്ക് കൊടുക്കരുതെന്ന് പള്ളി കമ്മിറ്റിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ഞങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടത്തുമല്ലോ. നിങ്ങൾ അത്രമാത്രമേ ആളുന്നില്ല. കാരണം സംശുദ്ധമായല്ല ഇതൊന്നും കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. എല്ലാ കെട്ടിട ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ കണ്ണൂരിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെയൊക്കെ അടിരേഖ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ പുറത്തുവിടും ഇലക്ഷൻ കഴിയട്ടെ. ഞങ്ങൾക്ക് കെട്ടിടം തരാൻ പറ്റാത്ത മുതലാളിമാർ ഇവിടെ ഉണ്ടല്ലോ. കോൺഗ്രസുകാരന് കൊടുക്കാം, CPM-കാരന് വിളിച്ചു കൊടുക്കാം. പക്ഷെ ലീഗുകാരന്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിലുള്ള കെട്ടിടം BJP-ക്കാരന് കൊടുക്കാൻ പറ്റില്ല എന്ന് തിട്ടൂരമിറക്കിയ ആളുകൾ മനസ്സിലാക്കുക. തെരഞ്ഞെടുപ്പായോണ്ട് അധികം പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയുന്നത്, നിങ്ങൾ വിത്ത് തിന്നുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരിക്കില്ല ഞാൻ. ഏത് അർദ്ധരാത്രി നിങ്ങൾക്ക് എന്നെ വരാം. ഏത് അർദ്ധരാത്രി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും. നിങ്ങളുടെ പ്രതീക്ഷ ഞാൻ ഉണ്ടാകും. കണ്ണൂരിലെ യുവാക്കളെ കുറിച്ച് എനിക്കൊരുപാട് സ്വപ്നങ്ങൾ. 30% വരുന്ന വോട്ടർമാർ ഈ പാർലമെന്റിനകത്ത് പുതിയ വോട്ടർമാരാണ്. ആ പുതിയ വോട്ടർമാർ ഇവിടെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചതിന് ശേഷം തൊഴിൽ ചെയ്യാൻ അവസരമില്ലാതെ ഓരോ വർഷവും കണ്ണൂർ ജില്ലയിൽ നിന്ന് വിദേശത്ത് പോകുന്ന 10,000-കണക്കിന് വരുന്ന ചെറുപ്പക്കാരുണ്ട്. ഈ ചെറുപ്പക്കാരെയൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നിർത്താൻ നമുക്ക് സാധിക്കണം. അവരുടെ ബുദ്ധിയും ശേഷിയും കർമ്മശേഷി ഈ രാജ്യത്തിന് വേണ്ടി ചെലവഴിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അവർക്ക് പറ്റുന്ന പാർക്കുകൾ നമുക്കുണ്ടാക്കണം. നമുക്ക് ഈ പദ്ധതികളൊക്കെ തന്നെ യോജിപ്പിച്ചുകൊണ്ട്, നദീതടങ്ങളെ പദ്ധതികളെ യോജിപ്പിച്ചുകൊണ്ട് ടൂറിസം മേഖലയിൽ ഒരു കുതിച്ചുചാട്ടമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ച് ലോകത്തിലെ നമ്പർ 1 ബീച്ചുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. കണ്ണൂർ ജില്ലയിലെ പല അധികാരികളുടെയും ധാരണ ബീച്ചുകളിലൊക്കെ തന്നെ മിഠായിയും അതുപോലെ തന്നെ കടൽ മിഠായിയും വിൽക്കുക എന്നുള്ളതാണ് ഒരു ടൂറിസത്തിന്റെ സങ്കല്പം എന്ന് വിശ്വസിക്കുന്ന ഭരണാധികാരികളാണ്. അതുകൊണ്ട് ഒരുപാട് ഈ കടൽ മിഠായി വിൽക്കുന്നത്, ഐസ് വിൽക്കുന്നത്, അതുപോലെ തന്നെ നാരങ്ങ മിഠായി വിൽക്കുന്ന ഒക്കെ തന്നെ കച്ചവട സ്ഥാപനങ്ങളാണ്. കണ്ണൂർ ജില്ലയിലെ ടൂറിസത്തിന്റെ വികസനം എന്ന് ചിന്തിക്കുന്നവരിൽ വ്യത്യസ്തമായി അന്താരാഷ്ട്രമായ രീതിയിൽ ഒരു തായ്ലൻഡിനെ പോലെ അല്ലെങ്കിൽ ഫിലിപ്പൈനിനെ പോലെ അല്ലെങ്കിൽ ബാലിയെ പോലെ ടൂറിസം മേഖലയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ പറ്റിയ കാലാവസ്ഥ നമുക്കുണ്ട്. അതിനൊക്കെ പറ്റിയ ഒരു ഭരണാധികാരി കേന്ദ്രത്തിലുണ്ട്. ഏത് തീരുമാനമെടുത്താലും 24 മണിക്കൂറുകളിൽ നടപ്പാക്കാൻ പറ്റിയ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് നമുക്കുണ്ട്. ആ നേതാവിന്റെ കീഴിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. ആ ആത്മവിശ്വാസമാണ് എന്നെ പോലെയുള്ളവരെ ഈ പാർട്ടിയിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുക. അതുകൊണ്ട് 400-ലധികം സീറ്റ് ഇന്നലത്തെ അവസാനത്തെ വട്ട സർവേയിൽ പറഞ്ഞത് 419 സീറ്റാണ്. അതിലപ്പുറം പോകുന്ന പറയാം. പ്രതിപക്ഷം എന്നുള്ള സാധനം ഉണ്ടാവില്ല. IND മുന്നണി എന്ന തകർന്ന തരിപ്പണമായി പരസ്പരം മത്സരിക്കുന്നു. കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞാൽ CPM-കാരൻ വെക്കുന്ന കൊടിയിൽ രാഹുൽ ഗാന്ധിയുടെ കൊടിയാ, രാഹുൽ ഗാന്ധിയുടെ ചിഹ്ന. ഇവിടെ പിന്നെ നിങ്ങൾ എന്തിനു ഇവിടെ മത്സരിക്കുന്നു? എന്തിന് നിങ്ങൾ പാവപ്പെട്ട പ്രവർത്തകന്മാർ തമ്മിൽ തല്ലിക്കുന്നു ഇവിടെ? അതുകൊണ്ട് നിങ്ങൾ ഒറ്റകക്ഷിയായി മത്സരിക്കും ഇവിടെ. എന്നിട്ട് BJP എതിർക്കൂ, BJP എതിർത്ത് പരാജയപ്പെടാൻ ശ്രമിക്കൂ. അല്ലാതെ ഇവിടെ നിങ്ങൾ രണ്ടായി നിന്നുകൊണ്ട് കേരളത്തിനപ്പുറം കടന്നു പോകുമ്പോഴേ നിങ്ങൾ BJP-ക്കാരന്റെ എതിർക്കുന്നതിന് വേണ്ടി ഒന്നായി തീരുന്നുണ്ടെങ്കിൽ ഈ കാപട്യം തിരിച്ചറിയാൻ കണ്ണൂരിലെ വോട്ടർമാർക്ക് സാധിക്കണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ ഒരു യോഗം എനിക്ക് കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മുഖ്യപ്രഭാഷകന്റെ അനുമതിയോടുകൂടി 5 മിനിറ്റ് സംസാരിച്ചത്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഏത് നിമിഷവും വിളിച്ചാൽ വിളപ്പുറത്ത് ഞാൻ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. വികസനത്തെക്കുറിച്ച് എന്റെ സ്വപ്നങ്ങൾ, എന്റെ കാഴ്ചപ്പാടുകൾ, ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഇത് ഞാൻ നിങ്ങളോടൊപ്പം ഒരിക്കലും കൈവിടാതെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അവരെ ചേർത്ത് നിർത്താൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയ എല്ലാ സ്വീകരണത്തിനും, ഇന്നലെയും മിനിയാളുമായി എനിക്ക് നൽകുന്ന സ്വീകരണങ്ങൾ ആവേശഭരിതമാണ്. നാട്ടുചക്ക് പോലും സ്ത്രീകളടക്കമുള്ള ആളുകളാണ് എന്നെ സ്വീകരിക്കാൻ വരുന്നത്. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമാണ്. ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും പറയുന്നില്ല. ഈ 2 മുന്നണികളെയും മാറ്റി നിർത്താൻ
നമുക്ക് സാധിക്കണം. പുതിയൊരു വിപ്ലവത്തിന്റെ തേരോട്ടം നമുക്ക് ഈ രാജ്യത്തെ നടത്തണം. പുതിയൊരു വെളിച്ചം നമുക്ക് വീശാൻ നമുക്ക് സാധിക്കണം. ആ വെളിച്ചം മോദിജിക്ക് അനുകൂലമായി കൈവോക്കുന്ന ഒരാൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. നിങ്ങളെല്ലാവരും എന്റെ ചിഹ്നമായ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിജയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ അവർ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.